എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Wands, Five of Swords, Three of Swords, Strength card, Judgment energy and 10 of Swords energy connections ആണ്. ഈ ഒരു മാസം 3 of Wands and Judgment energy ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരെയും സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു മാസമായിരിക്കും. ചില കാര്യങ്ങളെ സംബന്ധിച്ച്, എല്ലാ കാര്യങ്ങളിലും അല്ല, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഈ മാസം നിങ്ങൾ കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ട്. ചില റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പുതിയ പല ബന്ധങ്ങളും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ പുതിയ ബന്ധങ്ങളും പഴയ ബന്ധങ്ങൾ വിട്ടുപോകാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. പുതിയ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ പുതിയ ബിസിനസ് റിലേഷൻഷിപ്പും ആവാം, പുതിയ ക്ലയൻറ്റ്സ്, കസ്റ്റമേഴ്സൊക്കെ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് സംബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലക്കി ബ്രേക്ക് ആയിരിക്കും പല കാര്യങ്ങളിലും ഈ ഒരു മാസം എന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പുതിയൊരു ബിസിനസ് ശൃംഖല അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളൊരു ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റൊരു ഫീൽഡിലേക്ക് ഉള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുണി തരങ്ങളെ സംബന്ധിച്ച് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ബൊട്ടീക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവേ കുറച്ച് വളരെ അതായത് ഒത്തിരി ശാന്തത ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോൾ ശാന്തമായിട്ടിരിക്കുക, പൊതുവെ അധികം സംസാരിക്കുക, അനാവശ്യ സംസാരങ്ങളില്ല, പക്വതയോട് കൂടിയിട്ട് സംസാരങ്ങൾ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒക്കെ ഒരു ടൈം എന്ന് പറയും. അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ്, ബോധോദയം ഉണ്ടാകുന്ന സമയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട് തന്നെ വരുന്നുണ്ട്. പൊതുവിൽ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ പൊതുവിൽ ഒരു പരിധി വരെയുള്ള ആളുകൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. ആ വ്യക്തിയുടെ രീതികളോ സംസാരമോ അല്ലെങ്കിൽ ആ ഡ്രസ്സിങ് സ്റ്റൈൽ വെച്ചിട്ടായിരിക്കും അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ശരിക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ഇങ്ങനെ ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലൊരു സിറ്റുവേഷനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ശരിയായിട്ടുള്ള നിങ്ങളുടെ സ്കിൽസ്, പൊട്ടൻഷ്യൽ, ഇവയൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾക്കൊരു മുൻധാരണ, ഇതിങ്ങനെ ആയിരിക്കും മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാൻ സാഹചര്യം ഒരുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് തിങ്കിങ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പൊതുവെ മാറി നിൽക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനെ നിങ്ങൾ ഏത് കണ്ണിലൂടെ കാണുന്നു, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ നിങ്ങൾ വളരെ സമചിത്തതയോട് കൂടിയിട്ട് അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 5 of Swords and Strength കാർഡാണ്. നിങ്ങൾക്ക് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും മറ്റുമൊക്കെ ചുറ്റുപാടും കോമ്പറ്റീഷൻസ്, നിങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടായാലും നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് അത്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ, അത് നിങ്ങളിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കോൺഷ്യസ്നെസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് കോൺഷ്യസ്നെസ് ആണ്.
നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളുടെ ഉള്ളിൽ വിജയിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു തീവ്രത വളരെ കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ചില ആളുകളൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും ജയിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ വിജയം നല്ലൊരു കാര്യം തന്നെയാണ്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഒബ്സഷൻ പോലെ ജയിച്ചേ തീരൂ, ഏത് വഴിയും ഏതറ്റം പോയാലും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ജയമല്ല. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാം, വിജയിക്കാൻ വേണ്ടുന്നതെല്ലാം. പക്ഷെ അത് ചില കാര്യങ്ങൾ ഒരു നിയന്ത്രണം വയ്ക്കുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 5 ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ, വലിയ എന്തെങ്കിലും കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആവാം, ചിലപ്പോൾ മത്സര പരീക്ഷകൾ എഴുതുന്നത്, പ്രൊമോഷൻ ടെസ്റ്റ്, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് IELTS അല്ലെങ്കിൽ TOEFL അല്ലെങ്കിൽ OET, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക, ഇപ്പോൾ മെഡിസിനോ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ എഴുതേണ്ടുന്ന ടെസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒത്തിരി സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. യു ഡോണ്ട് ഗീവ് അപ്പ്. അത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഈ സമയത്ത് ഭയങ്കര ബോൾഡായിരിക്കും, ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിൽ വിധി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ എത്രയൊക്കെ സിറ്റുവേഷൻ ആയാലും വിട്ടുപോകുന്നില്ല എന്നുള്ളതും. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് പറയാനുള്ളതും, പഠനം പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും പഠനം തുടരാനുള്ള സാഹചര്യമുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, പ്രായമായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇനി പഠനം എന്നുള്ളത്, പഠനത്തിലേക്ക് തിരിച്ചു പോകാൻ, വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനുള്ളൊരു സാഹചര്യം ആവാം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പുതിയ കരിയർ പാത്തിലേക്ക് പോകാൻ, ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള കരിയർ പാത്ത് വീണ്ടും, അതായത് നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന ഏതെങ്കിലും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനൊക്കെ ശ്രമിക്കാൻ പറ്റിയ സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എളുപ്പമാണെന്ന് പറയുന്നില്ല, അത് തീരെ എളുപ്പമായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷണ ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിനെതിരെ പോരാടുന്നുണ്ട് എങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജി കണക്ഷൻസ് ആണ്. പിന്നെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, അമിതമായിട്ട് നിങ്ങൾ ശ്രമിക്കുക ചില കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അമിതമായിട്ട് എല്ലാം നിങ്ങളുടെ തലയിൽ എന്നുള്ള രീതിയിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസമാണ്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ തലയിൽ ഏറ്റി വെക്കുന്നുണ്ടല്ലോ, എല്ലാവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിലായിരിക്കാം, പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പല ആളുകളും അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിന്നൊക്കെ മാറുന്നുണ്ടാവാം. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവായി പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത്. കാരണം എല്ലാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കും തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രീഫ് ഹോളിഡേ ഒക്കെ എടുക്കാൻ പറ്റുന്ന അവസരം വരുന്നുണ്ട്. കുറഞ്ഞ പക്ഷം 1-2 ദിവസത്തേക്കെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കുക. നിങ്ങൾക്കായിട്ട് ഒരു എനർജി ഹീലിംഗ് ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം, ഒരു മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് റീജുവിനേറ്റ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ, റിന്യൂവലിന് വേണ്ടിയിട്ടുള്ളൊരു അവസരമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ തീരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അനുഭവവും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രത്യക്ഷത്തിൽ കാണുന്നതാവാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആഘോഷമായിരിക്കാം, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതമായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.